തിരുവനന്തപുരം വഴയിലയിൽ അമ്മയ്ക്കും മകൾക്കും KSRTC ബസ്സിൽ മർദ്ദനമേറ്റു. കയറുന്നതിന് മുമ്പ് ബസ് മുന്നോട്ടെടുത്തത് ചോദ്യം ചെയ്തതിന് യാത്രക്കാരൻ മർദ്ദിച്ചെന്നാണ് പരാതി. വഴയിലെ സ്വദേശികളായ മഞ്ജു, മകൾ അസ്ന എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും ഇവർ പറയുന്നു. സിയെയും അതിൻ്റെ കൂടെയുള്ള പോലീസുകാരവിടെ വന്ന് അവൻ അപ്പോഴത്തേക്കും മുമ്പോട്ട് പോയി. അവനെ ഒന്ന് തിരക്കിയെടുക്കുകയും ചെയ്യാതെ ഇത്രയും നേരം 6:40 സംഭവം ഞങ്ങളെ അടിച്ചത്. അവൻ എന്നെ പിടിച്ച് തള്ളി. മോക്കടി കിട്ടി. അവൾ പെരുക്കട ആശുപത്രിയിൽ പോയി അതിൻ്റെ റിസൾട്ട് വാങ്ങിച്ച്. എന്നിട്ട് ഇവിടെ വന്ന് ഇത്രയും നേരമായിട്ട് ഞങ്ങളെ പരാതി കൊടുത്തിട്ട് അവൻ പോയി. ഇതിന് എൻ്റെ നടപടി? അവൻ ബ്ലൂ കാസ്റ്റിൽ ജോലി ചെയ്യുന്നവനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കരഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോഴാണ് ഇപ്പോൾ ഒന്നുകൂടെ അവർ പോയി അന്വേഷിച്ചത്. ഞങ്ങളെ അമ്മയും മോളെ ഞങ്ങൾക്ക് പുറകിൽ ആളില്ല, അല്ലെങ്കിൽ ആരുമില്ല, പിടിപാടില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇത്രയും അനുഭവിച്ചത്. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയായിട്ട് എന്നാൽ ഹറാസ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് വിടുന്നതല്ലാതെ നമുക്കൊരു നീതിയും കിട്ടത്തില്ല. പേരുകട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള സ്ഥലമാണ് ഈ വഴയിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്ന ഒരു പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിൽ വേണം എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സംവിധാനം അപ്പോൾ തന്നെ ആക്ട് ചെയ്യേണ്ടതാണ്. സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനും സഞ്ചരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വേണ്ടേ? മേഘന മുരളി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. മേഘന, യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ ഭാഗത്ത് അലംഭാവമുണ്ട് എന്ന് പറയുന്ന ഇവരുടെ പരാതിയിൽ കഴമ്പുണ്ടോ? അതിൽ പ്രധാനമായും തിരുവനന്തപുരം വഴയില സ്വദേശികളായിട്ടുള്ള അമ്മയും മകളുമാണ് ആദ്യം KSRTC ബസ്സിലുണ്ടായ ദുരനുഭവം, അതിനുശേഷം നീതി തേടി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴുണ്ടായ ദുരനുഭവവും നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഇതിൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വഴയിലയിൽ നിന്ന് ഇവർ KSRTC ബസ്സിൽ കയറാൻ തയ്യാറെടുക്കുന്നു. അതിൽ ഇവർ രണ്ടുപേരും കയറുന്നതിന് മുന്നേ ബസ് എടുക്കുന്നു. അതിലാണ് ഇതിൽ പ്രധാനമായും ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതിൽ ഈ യാത്രക്കാരൻ, ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരൻ, ഇവർ ഈ ബസ് എടുത്തത് ചോദ്യം ചെയ്തപ്പോൾ അവരെ മർദ്ദിക്കുകയായിരുന്നു. അതിൽ അവർക്ക് കാര്യമായി തന്നെ മർദ്ദനമേറ്റു. ഈ പെൺകുട്ടിയുടെ കയ്യിലടക്കം പരുക്കുകളുണ്ട്, ചതവുണ്ട്. അതിനുശേഷമാണ് ഈ കണ്ടക്ടറുടെ അടക്കം ഒരു മോശമായ പെരുമാറ്റം കൂടി, KSRTC ബസ്സിലെ മോശമായ പെരുമാറ്റം കൂടി ഇവർ ആദ്യം പരാതിയായി പറയുന്നുണ്ട്. അതിനുശേഷമാണ് നീതി തേടി ഇവർ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അതിൽ 6:40 സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവരുമായി സംസാരിക്കുന്നത് 10 മണിക്ക് ശേഷമാണ്, രാത്രി 10 മണിക്ക് ശേഷമാണ്. ആ സമയം വരെ ഇത്രയും മണിക്കൂറുകൾ അവർ ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഇവർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെ പോലീസ് സമയമെടുത്തത് 9 മണിയോടുകൂടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൂടാതെ ഈ ബസ്സിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നു, മർദ്ദനമേൽക്കുന്നു. അതിനുശേഷവും അവർ സധൈര്യം തന്നെ ഈ അമ്മയും മകളും ഇവർക്കെതിരെ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പകർത്തുന്നുണ്ട്. അതായത് ഈ മർദ്ദിച്ച യാത്രക്കാരുടെയും കണ്ടക്ടറുടെ അടക്കം വീഡിയോ ദൃശ്യങ്ങളടക്കം പകർത്തി അവരുടെ വിവരങ്ങളടക്കം പോലീസിന് കൈമാറുന്നുണ്ട്. കൂടാതെ ഇവർ ഈ അമ്മയും മകളും, അത് വഴയില സ്വദേശികളായിട്ടുള്ള മഞ്ജു, മകൾ അസ്ന എന്നിവരാണ് പരാതിക്കാർ. അതിൽ ഈ അമ്മയും മകളും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബസ്സിലെ ഒരു മർദ്ദനം, 2 സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ ഒരു മർദ്ദനം ഉണ്ടായിട്ടും ആരും ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല. കൂടാതെ കണ്ടക്ടർ അടക്കം അസഭ്യവർഷം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി ഇവരുടെ വിവരങ്ങൾ, ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ യാത്രക്കാരൻ എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിനോടും പേരൂർക്കട പോലീസിനോട് പറയുന്നു. പക്ഷേ അത് ലാഘവത്തോടെ, പരിഹാസത്തോടെയുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. ഈ സ്ഥലമടക്കം, ഈ വ്യക്തിയുടെ സ്ഥലം, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനം, എന്താണ് ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നടക്കം പറഞ്ഞിട്ടും ഒരു നടപടിയും പേരൂർക്കട പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ കൂടെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ വ്യാജ മാലമോഷണ കേസ്. അതുമായി ബന്ധപ്പെട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സസ്പെൻഷനുള്ളത്. ആ ഒരു കാലയളവിൽ തന്നെയാണ് വീണ്ടും പോലീസിനെതിരെ പരാതി വരുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഇവർ പോലീസിനെതിരെ പറയുന്ന പരാതി ലഘൂകരിച്ചു കണ്ടു, ഒരു നടപടിയും എടുത്തില്ല. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും ആ പ്രതിയെ പിടികൂടാൻ, കാരണം തൊട്ടടുത്തുള്ള ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത് ഇവർ വിവരങ്ങളടക്കം പറഞ്ഞിട്ടും പേരൂർക്കട പോലീസ് അതിന് തയ്യാറായില്ല എന്നാണ്. അങ്ങനെ KSRTC ബസ്സിലുണ്ടായ ദുരനുഭവം, അതിനുശേഷം നീതി ലഭിക്കേണ്ട, അല്ലെങ്കിൽ നീതി കൊടുക്കേണ്ട പോലീസ് പോലും അതിന് തയ്യാറായില്ല, ലഘൂകരിച്ചു കണ്ടു, പരിഹസിച്ചു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോഴും ഞങ്ങൾ അവരോടുമായി സംസാരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പ്രതിയെ പിടികൂടിയില്ല, അദ്ദേഹം വീട്ടിൽ പോയി, നാളെ നോക്കാമെന്ന കാര്യമാണ് പോലീസ് പറയുന്നത് എന്നുള്ളതാണ് ഈ അമ്മയും മകളും പറയുന്നത്. മേഘന മുരളി.